അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നമുക്ക്. അതിനു വേണ്ടി നമ്മൾ ഈ ലോകത്തിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടത്തിലും നീളത്തിലും വല്ലാതെ കിടന്ന് കഷ്ടപ്പെട്ട് ഓടുകയാണ്. എന്തിനു വേണ്ടി? ഈ ലോകത്തിൽ നമുക്ക് നേടിയെടുക്കാനുള്ള ആഗ്രഹങ്ങളൊക്കെയും സാധിച്ചു കിട്ടുന്നത് സമ്പത്തിലാണെന്നൊരു മിഥ്യാബോധത്തിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ ദൈവമായ സ്നേഹത്തിന്റെയും ശക്തനായ രാജാവിന്റെയും കരങ്ങളിൽ നിന്ന് നമ്മൾ വഴുതി പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് ദുഃഖവും ദുരിതവും വേദനയും രോഗങ്ങളും മരണവും ഒക്കെ ആയിരിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരു ദൈവഭക്തന്റെ ഹൃദയാഭിലാഷം അവിടുന്ന് സാധിച്ചു കൊടുക്കും. നീ നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് വിശ്വാസത്തോടു കൂടി അവനെ ആശ്രയിക്കുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങളും ഭാരങ്ങളും ദൈവത്തെ ഏൽപ്പിച്ചു കൊടുത്ത് നീ ദൈവസന്നിധിയിൽ ഒരു ശാന്തമായിരുന്ന ഒരു കുഞ്ഞിനെ പോലെ സ്വസ്ഥമായിരിക്കുമ്പോൾ ദൈവം നിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ് എന്ന് വചനം പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഊറിച്ചിരിച്ചേക്കാം, ഇന്ന് ഈ ലോകത്തിൽ എന്തെല്ലാം കഷ്ടപ്പാടും കണ്ണുനീരും വേദനകളും ദുരിതങ്ങളും ചുമന്ന് നടക്കുന്നവരോടാണോ ഇതൊക്കെ പറയുന്നതെന്ന് ഓർക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങളുടെ ഹൃദയത്തിൽ എത്രത്തോളം സ്ഥാനം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പാദാന്തികത്തിൽ നിങ്ങൾ എത്ര നേരം ഇരിക്കുന്നുണ്ട്, കണ്ണുനീരോടെ നിങ്ങളുടെ ഹൃദയാഭിലാഷങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? സമർപ്പണ മനോഭാവത്തോടെ ദൈവസന്നിധിയിലേക്ക് മുഴുവനായി നിങ്ങൾ വിട്ടുകൊടുക്കുമ്പോൾ ഒരിക്കലും നിനക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല എന്നുള്ള ദൈവത്തിന്റെ വചനത്തിലേക്കൊന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ നമുക്ക് ദൈവമെല്ലാം സാധ്യമാക്കി തരും. തന്റെ വചനത്തിൽ വിശ്വസിക്കുമ്പോൾ ഹൃദയാഭിലാഷങ്ങൾ സാധിച്ചു തരുന്ന ദൈവം നമ്മോട് കൂടെ വസിക്കുന്നവനാണ്. ഇമ്മാനുവേൽ, അവൻ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നു. ദേവാലയങ്ങളിലും ആരാധനാലയങ്ങളിലും മറ്റ് മണിമന്ദിരങ്ങളിലും അല്ല ദൈവത്തിന്റെ വാസം എന്ന് വചനം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചു നോക്കുക. 57-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 15-ാമത്തെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അത്യുന്നതനും മഹത്വപൂർണനും അനന്തതയിൽ വസിക്കുന്നവനുമായ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു. അനന്തമായ സ്നേഹത്തിന്റെയും ആ ഒരു മഹത്വത്തിന്റെയും രാജാവിന്റെ സിംഹാസനം, ഉന്നതമായ സിംഹാസനം സ്വർഗവിധാനത്തിലാണ് എങ്കിലും അവൻ അരുളി ചെയ്യുകയാണ്, അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കുവാൻ ഞാൻ അവരോട് കൂടെ വസിക്കുമെന്ന്. ഓർക്കുക പ്രിയപ്പെട്ടവരെ, അനുതാപമുള്ള ഒരു പാപിയുടെ ഹൃദയത്തിൽ ദൈവം സ്വർഗ സിംഹാസനം തീർത്തുകൊണ്ട് അവിടെ വസിക്കുമെന്ന് അത്യുന്നതനും മഹത്വപൂർണനുമായ നിന്റെ ദൈവം പറയുന്നുണ്ടേ എങ്കിൽ കൃമിയും പുഴുവുമായ നിനക്ക് എന്തുകൊണ്ട് ദൈവസന്നിധിയിൽ ഒരല്പം താഴ്മയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് ഇരുന്നു കൊടുത്തുകൂടാ? പ്രിയപ്പെട്ടവരെ, ഓർക്കുക ഒരു കാര്യം